അല്ല ഗിരിമോനെ, ഈ കടയിലെ കച്ചവടമൊക്കെ എങ്ങനെ? വകയ്ക്കുള്ള വകുപ്പൊക്കെ ഉണ്ടാ? കുഴപ്പമില്ല അമ്മാവ. അല്ല ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടി വരെയല്ലേ? ആ അമ്മ ഒരു മിനിറ്റ് ഇപ്പൊ വരാം. എടാ ഉത്തരവാദിത്തങ്ങളൊക്കെ ഇവരെ കണ്ടുപഠിക്കണം, മനസ്സിലായോ? ആ അമ്മ ഒന്ന് മാറിയേ, ഗിരിയേട്ടനൊന്ന് മാറിയേ. ഗിരിയേട്ടൻ എന്തിനെങ്കിലും നിൽക്കുന്നേ? ഇവിടെ വന്നിരിക്കും. അമ്മാവൻ ഗിരിയേട്ടാ, ഗിരിയേട്ടൻ ഇപ്പൊ ഈ വീട്ടിലെ അതിഥിയല്ല, ഒരു വീട്ടുകാരനാണ്. ഇനി മുതൽ ഗിരിയേട്ടൻ ഇരിക്കേണ്ടത് ഇവിടെയാണ്. എനിക്ക് ഇരിക്കണ്ട. ഇരിക്കങ്ങോട്ട് ഇരിക്കേ. അമ്മാവൻ അങ്ങോട്ട് നിവർന്നിരിക്കുക ഗിരിയേട്ട. ഇദ്ദേഹം ഇവിടെ അല്ലേ അച്ഛ ഇരിക്കേണ്ടത്? അല്ലേ? 150 ഏക്കറിന് വേണ്ടി ഇത്രയൊക്കെ സഹിക്കണോ? ശരിയേട്ടാ, ഞാൻ വീട്ടിൽ വെച്ച് പറഞ്ഞതൊക്കെ മറന്നുപോയോ? എന്നിട്ടെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഏട്ടൻ അമ്മാവന്റെ മുമ്പിൽ ഇരുന്നത് അമ്മാവന് ഇഷ്ടായിട്ടുണ്ടാവോ ആവോ? അതൊക്കെ ഏട്ടത്തിയമ്മ ഹാൻഡിൽ ചെയ്തോളൂ. ഇത്രയും നാളും ഏട്ടൻ നിന്നതല്ലേ, നീ കുറിച്ചിരിക്കട്ടെ. അതെ. അതെ, ഇദ്ദേഹം അച്ഛനോടും നഗലേട്ടനോട് സംസാരിച്ചിരിക്കെ. ഞങ്ങള് പെണ്ണുങ്ങൾ അകത്തേക്ക് ചെല്ലട്ടെ. ശരി. നമുക്ക് അകത്തേക്ക് പോവാം. എല്ലാരും വാ. അച്ഛാ, എന്താ ഗിരിയേട്ടാ, എന്നെ കാണാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റില്ലേ? ഞാൻ അങ്ങോട്ട് തിരിഞ്ഞത് ഉടനെ കസേരയിൽ നിന്ന് അങ്ങ് എഴുന്നേറ്റു. ഈ ഗിരിയേട്ടന്റെ ഒരു കാര്യം ചെയ്യാം. നമുക്ക് അപ്പുറത്തുള്ള എന്റെ മുറിയിൽ പോയിരിക്കാം. അച്ഛാ, ഇദ്ദേഹത്തെ ഞാൻ കൊണ്ടുപോവാണേ.